ഇതുപോലൊരു കഥാപാത്രത്തെ അഭിനയിച്ച് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുവാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാൽ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഇത് മലയാള സിനിമയുടെ അത്ഭുതം തന്നെയാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ഹിന്ദിയിലും ഒക്കെ വരുന്ന റിവ്യൂകൾ ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. പഴയ മോഹൻലാലിനെ മലയാളിക്ക് തിരിച്ചു കിട്ടി എന്നാണ് മലയാളിയുടെ സന്തോഷം. തരുൺ മൂർത്തിയെ പോലെയുള്ള സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ ഇനിയും നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. നമസ്കാരം, അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഒരു സിനിമയുടെ ഇൻസ്പിരേഷൻ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ പറയുവാൻ പോകുന്നത് തുടരും എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഇതൊരു റിവ്യൂ അല്ല, കാരണം ഞാൻ ഇന്നാണ് സിനിമ കണ്ടത്. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും റിവ്യൂ മാത്രമേ ഉള്ളൂ. ഒരാൾ പോലും നെഗറ്റീവ് പറയാത്ത ഒരു സിനിമയെക്കുറിച്ച് ഇനിയും ഞാൻ എന്ത് പറയാനാണ്? പിന്നെ എന്ത് പറയുവാനാണ് ഇയാൾ ഇവിടെ വന്നത് എന്ന് നിങ്ങൾ ചോദിക്കില്ലേ? പ്രധാനമായും ഈ ചിത്രത്തെക്കുറിച്ച് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അതിലൊന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സിനിമയുടെ ഇൻസ്പിരേഷൻ എവിടെ നിന്ന് കിട്ടുന്നു എന്നതാണ്. തരുൺ മൂർത്തി എന്ന സംവിധായകന് ഈ സിനിമയിലേക്ക്, ഇതിൻ്റെ കഥയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു വിഷ്വലുണ്ട്. ആ വിഷ്വലിൻ്റെ ഡെവലപ്മെൻ്റാണ് ഇന്ന് നമ്മൾ തിയേറ്ററിൽ കണ്ടിറങ്ങിയ തുടരും എന്ന സിനിമ. KR സുനിൽ എന്ന കഥാകാരനെ സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ക്യാമറ ഒരിക്കൽ പകർത്തിയ ഒരു വിഷ്വലാണ്. നിങ്ങളിൽ എത്ര പേർക്ക് KR സുനിലിനെ അറിയാം എന്ന് എനിക്കറിയില്ല. വളരെ പ്രശസ്തനായ, അസാമാന്യ പ്രതിഭയുള്ള ഒരു ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫർ, ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ്, ഒരു എഴുത്തുകാരനൊക്കെയാണ് ശ്രീ സുനിൽ. ശ്രീ സുനിലിന് ലളിതകലാ അക്കാദമിയുടെയൊക്കെ പെയിൻറ്റിങ്ങിനുള്ള പുരസ്കാരം, പ്രത്യേക പുരസ്കാരം ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ശ്രീ സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സുനിൽ ഒരിക്കൽ എടുത്ത ഒരു ഫോട്ടോയുണ്ട്. രണ്ടു പേർ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പുറത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുടെ പ്രതിബിംബമായിരുന്നു ആ ചിത്രം. ആ ഒരു വിഷ്വലാണ് KR സുനിലിൻ്റെ ഈ ചിത്രത്തിൻ്റെ കഥയ്ക്ക് ആധാരം. ആ കഥയെ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നും ഒരു തിരക്കഥ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു സുനിലും തരുൺ മൂർത്തിയും ചേർന്ന്. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വഴികളിൽ നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ കാണുന്ന ചില ജീവനുള്ള വിഷ്വൽസ് എങ്ങനെയാണ് ഒരു മനോഹരമായ കഥയായി മാറുന്നത്, പിന്നീട് അതെങ്ങനെയാണ് ഒരു മനോഹരമായ സിനിമയായി മാറുന്നത് എന്നതിൻ്റെ വളരെ ത്രില്ലിംഗ് ആയ ഒരു ഉദാഹരണമാണ്, അനുഭവമാണ് ഈ സിനിമ. ജീവിതത്തിൻ്റെ ഓരോ ഫ്രെയിമിലും ഒരു കഥ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത്. അത് കണ്ടെത്തുന്നവരെയാണ് നമ്മൾ പ്രതിഭാശാലികൾ എന്ന് വിളിക്കുന്നത്. മോഹൻലാലിൻ്റെ ഷൺമുഖൻ്റെ ഒരു അംബാസഡർ കാർ, ആ കാറിനൊപ്പം പ്രേക്ഷകർ സഞ്ചരിക്കുന്നു. ഇവിടെ ഈ യാത്ര ഞാനൊരു റോളർ കോസ്റ്റർ റൈഡായിട്ടാണ് കാണുന്നത്. റോളർ കോസ്റ്ററിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രേക്ഷകർക്കും സംഭവിക്കുന്നത്. അതൊരു ത്രില്ലിംഗ്, ഇമോഷണൽ ജേണിയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? ഒന്ന്, പേസിങ്, അതേപോലെ ടെൻഷൻ വളരെ ഭംഗിയായി ബിൽഡപ്പ് ചെയ്ത് അതിനെ ചില എക്സിലറേറ്റിംഗ് മൊമെൻറ്റ്സിലേക്ക് നയിക്കുന്നു. ആ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്ററിൻ്റെ പീക്ക് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ചിത്രത്തിൻ്റെ സങ്കീർണമായ പ്ലോട്ടും ട്വിസ്റ്റുകളും അതിൻ്റെ എസ്കലേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റേക്സും അത് പ്രേക്ഷകരെ സർപ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ത്രില്ലിംഗ് അനുഭവം സൃഷ്ടിക്കുന്നു. അതേപോലെയാണ് അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന, ഹൈ സ്പീഡ് ആക്ഷൻ വിഷ്വൽസ് ഉണ്ടാക്കുന്ന റോളർ കോസ്റ്ററിനെ അനുസ്മരിപ്പിക്കുന്ന ഉയർച്ച താഴ്ചകൾ. മോഹൻലാൽ എന്ന നടൻ, അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഇമോഷൻ്റെ പല തലങ്ങളുണ്ട്. വ്യക്തമായി അതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്, പക്ഷേ സ്പോയിലറായി പോയേക്കാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇവിടെ മോഹൻലാലിൻ്റെ ഷൺമുഖൻ കടന്നു പോകുന്ന ഒരു ഡീപ്പ് ഇമോഷണൽ ജേർണി ഉണ്ട്. അതിൻ്റെ ആർക്സ് ഒരു റോളർ കോസ്റ്റർ റൈഡിലെ സന്തോഷവും ദുഃഖവും ഡ്രാമയും എല്ലാം ചേരുന്നത് പോലെയാണ്. ഷൺമുഖൻ എന്ന അച്ഛൻ്റെ ചില സത്യങ്ങൾ തിരിച്ചറിയുമ്പോഴുള്ള ഒരു സ്ട്രഗിളുണ്ട്. അയാളുടെ ദുഃഖവും നിരാശയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന തിരിച്ചറിവും സങ്കടവും എല്ലാം ആ ഒറ്റ ബാത്റൂം സീനിൽ തന്നെ പ്രകടമാണ്. നറേറ്റീവിനെ ഇങ്ങനെ റോളർ കോസ്റ്ററിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ കൊണ്ടുപോവുകയും സിനിമയുടെ ഒടുക്കം വരെ സസ്പെൻസ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്തിന്, എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദ്യങ്ങൾ പ്രേക്ഷക മനസ്സിൽ ഉയർത്തുകയും അവസാനം ഒരു റോളർ കോസ്റ്റർ റൈഡിൻ്റെ പെട്ടെന്നുള്ള ഡ്രോപ്പ് പോലെ ട്വിസ്റ്റുകളും നറേറ്റീവുകളും അപ്പാടെ മാറ്റിക്കൊണ്ട് ഷോക്കിംഗ് റെവലേഷൻസിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ റോളർ കോസ്റ്റർ റൈഡ് നൽകുന്ന ചിത്രങ്ങൾ ഒടുവിൽ പ്രേക്ഷകരെ ഒരിക്കലും മറക്കാനാകാത്ത ചില അനുഭവങ്ങളിലേക്ക്, ഇമോഷൻസിൻ്റെയൊക്കെ അങ്ങേ തലക്കിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പലപ്പോഴും കുറച്ചധികം പ്രേക്ഷകർ അവർ കുറച്ചു കാലത്തേക്കെങ്കിലും അത് തങ്ങളുടെ സ്വന്തം അനുഭവമാണ് എന്ന്
വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവരെ തോന്നിപ്പിക്കുന്നു. അതിന് കാരണം തീർച്ചയായും മോഹൻലാൽ എന്ന നടൻ്റെ അസാമാന്യ പ്രതിഭയാണ്. അതിനെക്കുറിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല, അത് വാക്കുകൾക്ക് അതീതമാണ്. മലയാളത്തിൽ ഇങ്ങനെ റോളർ കോസ്റ്റർ റൈഡ് അനുഭവം നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില വിദേശ സിനിമകളൊക്കെ ഇതേപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ സിനിമയിൽ തീർച്ചയായും അതിന് കാരണക്കാരൻ തരുൺ മൂർത്തി എന്ന സംവിധായകനാണ്. തനിക്ക് എന്ത് വേണമെന്ന് നന്നായി അറിയാവുന്ന, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നറിയാവുന്ന, അഭിനേതാക്കളിൽ നിന്നും അതെങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ അറിയാവുന്ന നല്ല ബോധ്യമുള്ള പുതിയ തലമുറ സംവിധായകൻ. അയാളാണ് തരുൺ മൂർത്തി. മോഹൻലാൽ മാത്രമല്ല, ഇതുവരെ അഭിനയിക്കാത്ത പ്രകാശ് വർമ്മയെ ജോർജ് സാറാക്കി പ്രേക്ഷകരെ ഞെട്ടിച്ചു. ബിനു പപ്പുവിനെ കൊള്ളരുതാത്ത ഒരു ക്രൂരനായ പോലീസുകാരനാക്കി പ്രേക്ഷകരുടെ വെറുപ്പ് മുഴുവൻ കയറ്റി പിന്നീട് ആ വെറുപ്പ് ജോർജ് സാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായി. ശരിക്കും ഇതാണ് ഒരു ഡയറക്ടർ ബ്രില്യൻസ്. ഇതുപോലൊരു കഥാപാത്രത്തെ അഭിനയിച്ച് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുവാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാൽ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഇത് മലയാള സിനിമയുടെ അത്ഭുതം തന്നെയാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ഹിന്ദിയിലും ഒക്കെ വരുന്ന റിവ്യൂകൾ ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. പഴയ മോഹൻലാലിനെ മലയാളിക്ക് തിരിച്ചു കിട്ടി എന്നാണ് മലയാളിയുടെ സന്തോഷം. തരുൺ മൂർത്തിയെ പോലെയുള്ള സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ ഇനിയും നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ നന്നായി. ക്യാമറാമാൻ ഷാജി കുമാർ ചില ഷോട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന, അത് വെച്ചിരിക്കുന്നതൊക്കെ രീതി വളരെ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ജെയ്ക്സ് ബിജോയിയുടെ സംഗീതമാണ്. ഇതുപോലൊരു റോളർ കോസ്റ്റർ റൈഡ് സിനിമയ്ക്ക് ഒരു റോളർ കോസ്റ്റർ സംഗീതമാണ് ജെയ്ക്സ് നൽകിയിരിക്കുന്നത്. അത് ചിത്രത്തിൻ്റെ ഓരോ സീനും ഓരോ ഷോട്ട് പോലും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് 2 പേർക്കാണ് ക്രെഡിറ്റ്സ്. നിഷാദ് യൂസഫും ഷഫീഖ് ബിബിയുമാണ്. നിഷാദ് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നാണെന്ന് തോന്നുന്നു ഷഫീഖ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. ഗംഭീരമായിട്ടുണ്ട് എഡിറ്റിങ്ങും. ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഉറപ്പായും അത് പോസിറ്റീവ് ആകും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, താനും വിശ്വസിക്കുന്നു എന്ന് നിർമ്മാതാവ് ശ്രീ രഞ്ജിത്ത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. രഞ്ജിത്തിനും അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ലൊരു സിനിമ മലയാള സിനിമയ്ക്ക് തന്നതിനും അതുപോലെ തന്നെ മോഹൻലാലിനെ മലയാള സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിനും. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം തിരിച്ചു വന്നത് പഴയ മോഹൻലാൽ തന്നെയായിട്ടാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.